എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, പഠിക്കുവാൻ, പരിശോധിക്കുവാൻ നല്ലൊരു സമയം. ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഏത് ചിന്താഗതിയിൽപ്പെട്ടവർക്കും ബൈബിൾ പഠിക്കാൻ ഒരു നല്ല സമയം. ഒരു പുസ്തകത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ഉള്ളൊരു പ്രോഗ്രാമാണിത്. ടെലിവിഷനിൽ ധാരാളം ആത്മീയ പ്രോഗ്രാമുണ്ട്, എന്നാൽ ഇതങ്ങനെയല്ല. ഇത് തുടർച്ചയായി ഒരു പുസ്തകത്തിൽ നിന്നുള്ള ക്ലാസ്സാണ്. ചില സമയത്ത് ഈ കേബിൾ ഓപ്പറേറ്ററുടെ ആ കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും, ചില സമയത്ത് ഞങ്ങൾക്ക് സമയത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്ത അസൗകര്യ നിമിത്തവും ആവർത്തിച്ച് ഒരേ ക്ലാസ്സുകൾ വന്നിട്ടുണ്ട് എന്നത് സമ്മതിക്കുന്നു, ഖേദിക്കുന്നു. എങ്കിലും ക്ലാസ് തുടർച്ചയായിട്ട് വരും. മുടക്കാതെ കാണുക. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും തുടർന്ന് പോവുകയാണ് ഈ ബൈബിൾ ക്ലാസ്. ഇപ്പോൾ യോഹന്നാൻ 12-ാം അധ്യായത്തിലേക്ക് കയറുകയാണ്. ഇന്നത്തെ ക്ലാസ് 12-ാം അധ്യായത്തിൽ നിന്ന് ആരംഭിക്കുന്നു. പേജ് നമ്പർ 106, യോഹന്നാൻ 12. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസരോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി, തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ്, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. യേശുവോ, അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ അത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കലില്ലതാനും എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ചിത് പഠിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ ആത്മാവ് ഞങ്ങൾക്ക് സഹായമായി നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ലാസറിന്റെ ഉയർപ്പിന് ശേഷം ആ കുടുംബക്കാർ യേശു കർത്താവിനെ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് ഒരു ഡിന്നർ നടത്താൻ ആഗ്രഹിച്ചു. ഒന്നാമത്തെ സന്ദേശം, യേശുവിൽ നിന്ന് ഒരു നന്മ അനുഭവിച്ചാൽ, ഒരു അനുഗ്രഹം അനുഭവിച്ചാൽ നന്ദി പ്രകടിപ്പിക്കുന്ന കാര്യം ഒരു നല്ല സ്വഭാവമാണ്. യേശുവിൽ നിന്നല്ല, മനുഷ്യനിൽ നിന്നായാലും നമ്മൾ നന്ദിയുള്ളവർ ആയിരിക്കണം. നന്ദി പറയണം, നന്ദി പ്രവർത്തിക്കണം, നന്ദി സ്വീകരിക്കുകയും ചെയ്യണം. നമ്മുടെ സംസ്കാരത്തിൽ നന്ദി പറയുന്ന രീതിയില്ല, പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയുമില്ല. നമ്മളോടൊരാൾ നന്ദി പറഞ്ഞാൽ നമ്മൾ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ നന്ദി പറയാറില്ല. ഒരാൾ നമ്മളോട് നന്ദി പറഞ്ഞാൽ അതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നന്ദി പറയുകയും വേണം. അത് ബന്ധങ്ങളിലെ ശ്രേഷ്ഠമായ ഒരു മാതൃകയാണത്. നന്ദി നമുക്ക് പല നിലയിൽ പ്രകടിപ്പിക്കാം. നന്ദിയുള്ളവരായിരിക്കണം. നോക്കൂ, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അതായത് വീണ്ടും ആ ഗ്രാമത്തിലൂടെ യേശു വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. അപ്പോൾ യേശു അതുവഴി വരുന്നുണ്ടെന്ന് കേട്ടപ്പോഴേ അവരൊരു ഡിന്നർ ക്രമീകരിച്ചു. കാരണം അവരൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് നല്ല ആളുകളെ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. നന്ദി പറയാൻ എപ്പോഴും അവസരം കിട്ടിയെന്ന് വരില്ല. നമുക്ക് ഈ ഭൂമിയിൽ തിരിച്ചു കൊടുക്കാൻ മേലാത്ത ഉപകാരങ്ങൾ ചെയ്ത എത്രയോ മനുഷ്യരുണ്ട്. അവസരം നോക്കി നന്ദി പറഞ്ഞോണം. അവസരം നോക്കി. കാരണം എപ്പോഴും അവസരം കിട്ടില്ല. വിശേഷാൽ കർത്താവിന് നന്ദി പറയാൻ, കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് നന്ദി പ്രകടിപ്പിക്കാം. അങ്ങനെ ചെയ്യാൻ അവസരം കാത്തിരുന്നു കൊള്ളുക. യേശു അതുവഴി വന്നു. അവർ ചാടി വീണു. വേറെ ആരും കൊണ്ടുപോയില്ലത്. അവർ ഒരത്താഴം ഒരുക്കി.
മാർത്ത ശുശ്രൂഷ ചെയ്തു, ലാസർ പന്തിയിലിരുന്നു, മറിയ തൈലം പൂശി. 3 പേരെ നോക്കുക. മാർത്ത ശുശ്രൂഷ ചെയ്തു, ലാസർ പന്തിയിലിരുന്നു, മറിയ തൈലം പൂശി. നമ്മുടെ ഇവിടെ ഇല്ലാത്ത ഒരു കാര്യം ഇവിടെയുണ്ട്, തൈലം പൂശൽ. ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ അയാൾക്ക് പരിമള തൈലമായിട്ട് മേത്ത് സ്പ്രേ ചെയ്യുന്ന രീതി, തലയിൽ ഒഴിക്കുന്ന രീതി, കാലിൽ ഒഴിക്കുന്ന രീതിയൊക്കെ വലിയ ആതിഥ്യ മര്യാദയിൽപ്പെട്ടതാണ്. നമ്മുടെ രീതി അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയാനായിട്ട് ആ ഭാഗം എടുക്കുന്നില്ല. ഇതൊരു പ്രത്യേക രീതിയാണെന്ന് കൂട്ടിക്കും, ഇതൊരു സംസ്കാരമാണെന്ന് കൂട്ടിക്കും. അതിഥികളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സംസ്കാരമുള്ള ദേശമാണിത്. അവിടുത്തെ സംഭവമാണ് ഈ വായിക്കുന്നത്. യേശു മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല, നീ എനിക്ക് ചുംബനം തന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനത് പ്രതീക്ഷിച്ചു എന്നല്ലേ. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നാൽ അതിഥിയെ കാല് കഴുകി ചുംബനം ചെയ്ത് അകത്ത് കൊണ്ടുപോകണമെന്നാണ് അവരുടെ സംസ്കാരം. നോക്കൂ, യേശുവിനെ വീട്ടിൽ കൊണ്ടുവന്നു. മാർത്ത ശുശ്രൂഷ ചെയ്തു എന്നിവിടെ പറയുന്നത് വിരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതിലുള്ള മേൽനോട്ടം വഹിച്ചു, അത്താഴം. ലാസർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ലാസർ കഴിക്കാനിരുന്നു. എന്നാൽ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം, ഒരു പ്രത്യേകതരം പെർഫ്യൂം എന്നിരിക്കട്ടെ, ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി, തൻ്റെ തലമുടി കൊണ്ട് കാല് തോർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ്, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും മാത്രമേ അങ്ങനെ പറഞ്ഞത്. യേശുവോ, അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കൽ ഇല്ലാതാനും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പാരഗ്രാഫ്, ഈ 9 വാക്യം 8 വാക്യമുള്ള ഇതിനകത്തെ പ്രധാന വിഷയം എന്താ? യേശുവിനോട് നന്ദി പറയാൻ വേണ്ടി ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു. ആ വീട്ടിൽ 3 അംഗങ്ങളുണ്ട്. 3 പേരും അവരവരെ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു, അവരവരെ ഏൽപ്പിച്ചത് ചെയ്തു. ഇത് സഭയോട് ബന്ധപ്പെടുത്തി നമുക്ക് ഇതിനെ പഠിക്കാം. സഭയിലുള്ള പല ആളുകൾ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. അവരവരുടെ കഴിവുകൾ, ടാലന്റുകൾ യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഉപയോഗിക്കാനാണ് സഭ വെച്ചിരിക്കുന്നത്. ഒരാൾ ചെയ്യുന്നത് വേറൊരാൾ ചെയ്യാൻ ഒരുങ്ങരുത്. ഒരാളെപ്പോലെ വേറൊരാൾ ഇല്ലല്ലോ. എന്നാൽ അവരവരെ ഏൽപ്പിച്ചത് അവരവർ ചെയ്താൽ ദൈവരാജ്യം വേഗത്തിൽ നന്നായി പണിയപ്പെടും. ഇവിടെ മാർത്ത ശുശ്രൂഷ ചെയ്തു. ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ അത് ഓർപ്പിച്ചതാണ്. ഇതിനു മുമ്പൊരിക്കൽ മാർത്ത ഈ അടുക്കളപ്പണി ചെയ്തപ്പോൾ, ഈ കുക്കിംഗ് ചെയ്തപ്പോൾ അവൾ പരാതിയോടുകൂടെ ചെയ്തു, പിറുവിറുപ്പോടുകൂടെ ചെയ്തു. എന്നാൽ ഇപ്പോൾ പിറുവിറുപ്പില്ലാതെ ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യേശു വീട്ടിൽ വരുന്നു, വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മറിയ പഠിക്കുന്നു, മാർത്ത അകത്ത് കുക്ക് ചെയ്യുന്നു. പെട്ടെന്ന് മാർത്ത ദേഷ്യപ്പെടുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് പണിയുന്നു, മറിയ എന്താ അവിടെ പോയിരിക്കുന്നത് എന്നും പറഞ്ഞ് യേശുവിനോട് ശബ്ദം ഉണ്ടാക്കുന്നു. യേശു പറഞ്ഞു, നീ അങ്ങനെ ബഹളം വയ്ക്കണ്ട, മറിയ ചെയ്തത് ശരിയാണ്, നീയും വേഗം അത് തീർത്തിട്ട് ഇവിടെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് ഞാനിതിനു മുമ്പ് ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് വിവരിക്കുന്നില്ല. എന്നാൽ അതേ മാർത്ത ഇവിടെ എന്ത് ചെയ്യുന്നു നോക്കി, സെയിം തിങ്. അവൾ അതേ ജോലി ചെയ്യുക, പക്ഷെ ഒരു വ്യത്യാസം വന്നു, മനോഭാവം മാറി. അവൾ മറിയയെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. മറിയ അവളുടെ ഏൽപ്പിച്ച് ചെയ്യട്ടെ, ഞാൻ എന്നെ ഏൽപ്പിച്ച് ചെയ്യും. അപ്പം കുക്കിംഗ് ആൻഡ് സെർവിങ് ആണ് അവളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്യാനുള്ള ഭയങ്കര കഴിവുള്ള മിടുക്കിയാണ് മാർത്ത. എന്നാൽ നേരത്തെ അവൾക്കൊരു ചെറിയ കുശുമ്പുണ്ടായിരുന്നു. ഞാൻ തന്നെ ഇത് ചെയ്യണോ? നിനക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ ഇത്. അപ്പം അവിടുത്തെ പ്രശ്നം ഈ ജോലി ഭാരമായിട്ടല്ല, മറ്റൊരാളോടുള്ള ഒരു ചെറിയ എന്താ അതിൻ്റെ പേര്, ആ അസുഖമാണ്. എന്നാൽ ഇപ്പോൾ അവൾ മനസ്സിലാക്കി, എന്നെ ഏൽപ്പിച്ചത് വേറൊരാളെ ഏൽപ്പിച്ചിട്ടില്ല, ഇത് ഞാൻ ചെയ്യണം. അവളെ ഏൽപ്പിച്ചത് അവൾ ചെയ്യട്ടെ.
ഒരു കൈക്ക് 5 വിരലുകളുണ്ടെങ്കിൽ 5നും 5 വലിപ്പമാണ്. ഒരു വിരലിൻ്റെ വലിപ്പത്തിൽ മറ്റൊരു വിരലില്ല. ഇത് ഒരുവിധം ബോധമുള്ളവൻ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഈ 5 വിരലുകൾ 5 ഷേപ്പാണ്, 5 വലിപ്പമാണ്. ഇതെല്ലാം ഒരേ നീളത്തിലായിരുന്നെങ്കിൽ ഒരു പേന എനിക്ക് എടുക്കാൻ പറ്റുകയില്ല. ഇതെല്ലാം ഒരുപോലെ ഇരുന്ന കഷ്ടപ്പെട്ടു പോയേനെ. ദൈവം ആ എഞ്ചിനീയർ എത്ര നന്നായിട്ട് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതേ എഞ്ചിനീയറായി മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചത്. അവരെല്ലാം ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി അല്ലേ, എല്ലാവർക്കും കഴിവുകളുണ്ട്, പക്ഷെ വേറെ വേറെ കഴിവുകളാണ്. അപ്പം മാർത്ത തൻ്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരോട് പരാതി പറച്ചിൽ അവസാനിപ്പിച്ചു. മറിയ അന്നും ഇന്നും അത് തന്നെ ചെയ്യുന്നു. അവൾക്ക് അന്നും പരാതിയില്ല, ഇന്നും പരാതിയില്ല. എനിക്ക് കുക്ക് ചെയ്യാൻ ഒത്തില്ലല്ലോ, എനിക്ക് കുക്ക് ചെയ്യാൻ കഴിവില്ലല്ലോ, എൻ്റെ ജോലി അതല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരാണെങ്കിലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്താണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പരാതിയില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാം. അതിന് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. വ്യക്തിപരമായി നിങ്ങളോട് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. യേശുവിനോട് കൂടെ വന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു കമന്റ് പറഞ്ഞു, മറിയയ്ക്ക് ഒരു ഉപദ്രവം. എന്താണ് ഉപദ്രവം? ഇതെന്തിനാണ് ഈ തൈലം ഇങ്ങനെ പൊട്ടിച്ചൊടിച്ചത്? ഇത് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. 300 വെള്ളിക്കാശിന് ഈ തൈലം വിറ്റിട്ട് ആ കാശ് കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കായിരുന്നു എന്ന് ഒരു ശിഷ്യൻ ഒരു കമന്റ്. മറിയ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വിമർശനം വരുന്നു. ഇതാണ് മറിയയുടെ കഷ്ടകാലം. മറിയയ്ക്ക് അതിനെക്കുറിച്ച് വിഷമമൊന്നുമില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ വായിച്ചതാണ്, വീണ്ടും പറയാം. മറിയ ഒരു നല്ല കാര്യം ചെയ്തു. എന്താ? യേശു വന്നപ്പോൾ വചനം പഠിക്കാൻ പോയിരുന്നു. പക്ഷെ അതിന് കടുത്ത ഭാഷയിൽ അവളുടെ ചേച്ചി വിമർശിച്ചു. ഇപ്പോഴത്തെ മറിയയ്ക്ക് അതേ കഷ്ടത തന്നെ വീണ്ടും വന്നിരിക്കുക. യേശു വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ നേരത്തെ തന്നെ വില കൂടിയ തൈലം മേടിച്ചു വെച്ചു. വേറെ ആരുടെയും കയ്യിലില്ല, അവളുടെ കയ്യിലുണ്ട്. അവളത് അവളൊരു കാര്യം ചെയ്താൽ നന്നായിട്ടേ ചെയ്യുള്ളൂ. അവളത് ഏറ്റവും നന്നായിട്ട് അങ്ങോട്ട് ശുശ്രൂഷിച്ചപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരാൾക്ക് ഒരു ചെറിയൊരു അസുഖം ഉണ്ടായി. അതും മുമ്പേ പറഞ്ഞ പോലെയുള്ള അസുഖമാണ്. അയാൾ പറഞ്ഞത് ഇത് ചെയ്ത് മോശമായിപ്പോയി, ഇത് ഭയങ്കര വില കൂടിയ സാധനം, ഇതങ്ങനെ അത് നമുക്കിപ്പോൾ വിറ്റിട്ട് ആ പൈസ എടുത്ത് പാവപ്പെട്ടവരെ സഹായിക്കായിരുന്നു. അപ്പം മറിയ ചെയ്യുന്ന എല്ലാ നല്ല കാര്യത്തിനും എന്നും ഒരു വിമർശനമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും. പ്രതികരണങ്ങളെ നോക്കിയാൽ പ്രവൃത്തി ചെയ്യാൻ പറ്റൂല. മനസ്സാക്ഷി വെച്ച് പ്രവർത്തിച്ചു കൊള്ളുക. എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യും, ആരെന്ത് പറഞ്ഞാലും. പിന്നെ വിമർശനങ്ങൾക്കകത്ത് സത്യമുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകണം. ഇവിടെ എന്താ വിമർശിച്ചത്? ഈ തൈലം ഇങ്ങനെ കളയണ്ട, ഇത് വിറ്റിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാം. ഇതിന് മറുപടി മറിയ പറയുന്നില്ല, ഇതിന് മറുപടി യേശുവാ പറയുന്നത്. അതാണ് എനിക്ക് സന്തോഷമുള്ള കാര്യം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്താൽ അതിനെ എൻകറേജ് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് യേശു. നോക്കൂ, കർത്താവ് പറയുന്നത്. കർത്താവ് ആ വിഷയത്തിൽ ഇടപെട്ടു. യേശു പെട്ടെന്ന് യൂദായുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അവളെ വിട്. എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും ഇല്ലല്ലോ. ഒരുപാട് അർത്ഥം ഇതിനകത്തുണ്ട്. എല്ലാം ഞാൻ വിവരിക്കാം, ശ്രദ്ധിച്ച് കേൾക്കാമെങ്കിൽ. ഒന്ന്, യേശു എപ്പോഴും ലഭിക്കുന്നവനല്ല എന്നൊരു ധ്വനി ഇവിടെ ഇല്ലേ? നോക്കിയേ, ദരിദ്രർ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇല്ലല്ലോ. ഇതിനകത്തൊരു സന്ദേശം യേശു പറഞ്ഞത് നമ്മൾ പഠിക്കണം. യേശുവിനെ എപ്പോഴും ലഭിക്കയില്ല. ഞാൻ 2 വാക്യങ്ങൾ കാണിക്കാം. ഒന്ന്, യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 6-ാം വാക്യം, പേജ് നമ്പർ 711, പഴയ നിയമത്തിലാണ്. 711. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുവീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കും. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുവീൻ,
അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കും. ശ്രദ്ധിക്കണം, യഹോവയെ കണ്ടെത്താവുന്ന കാലം എന്നൊരു കാലം ഉണ്ട്. അർത്ഥം, എപ്പോഴും ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? ദൈവം മാറിക്കളയുമെന്നല്ല, നമുക്കതിനുള്ള ഒരവസരം. വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. ഈ ആത്മീയ സത്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ ഒരു ചാൻസാണ്. അതൊക്കെ ഒരു മുഖാന്തരത്തിലൂടെ കൊണ്ടുവന്ന് നമ്മളെ ഇതിനകത്ത് ഇരുത്തി. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഈ ടെലിവിഷൻ വന്നെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇത് എപ്പോഴും വന്നെന്ന് വരില്ല. ഈ കേബിളിലൂടെ ഈ ക്ലാസ് എല്ലായ്പ്പോഴും കിട്ടണമെന്ന് നിർബന്ധമില്ല. ആത്മീയ അനുഗ്രഹങ്ങൾ ഒരു ലക്കാണ്. നിങ്ങൾക്കത് ലഭിക്കുമ്പോൾ ആസ്വദിച്ചോണം, ആഹരിച്ചോണം, അനുഗമിച്ചോണം. ഇല്ല പിന്നെ കിട്ടിയെന്ന് വരില്ല. യേശുദമ്പുരാൻ പറഞ്ഞ വാക്ക് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ദരിദ്രം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് എപ്പോഴും ലഭ്യമാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ലഭ്യമാകുന്ന സമയത്ത് അതിനെ ഉപയോഗിച്ചോളണം. മറ്റൊരു വാക്യം കാണിക്കാം. വെളിപ്പാട് പുസ്തകം 3:20. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. രണ്ടാമത് നമ്മൾ കാണുന്ന വാക്യം യേശു പറയുകയാണ്, ഞാൻ ഓരോരുത്തർക്കും ചാൻസ് കൊടുക്കുന്നു. ഞാൻ ബൈബിളിൻ്റെ ഭാഷ നമ്മുടെ ഭാഷയിലോട്ടാക്കി പറയും. ഞാൻ ഓരോ വ്യക്തിക്കും ഒരു ചാൻസ് കൊടുക്കും. ഞാൻ ഓരോരുത്തർ വാതിക്കൽ നിന്ന് മുട്ടും. ദൈവം എങ്ങനെ മുട്ടുന്നേ? ദൈവിക കാര്യങ്ങൾ നമ്മൾ ആ ഭാഷയിൽ ആത്മീയ അർത്ഥത്തിലോട്ട് വരണം. നമുക്ക് മനസ്സിൽ, നമ്മുടെ അടിത്തട്ടിൽ, അന്തരാത്മാവിൽ, ഹൃദയത്തിൽ എവിടെയോ ദൈവം എന്നെ വിളിക്കുന്നു, ദൈവത്തിൻ്റെ സന്ദർശനം എനിക്ക് ഉണ്ടാകുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവത്തെ അറിയാൻ എനിക്കൊരു അവസരമാണിത് എന്ന ഒരു മുട്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവർക്കും ഉണ്ടാവും. 1-2 പ്രാവശ്യം ഉണ്ടാവും, 4-5 പ്രാവശ്യം ഉണ്ടാവും. ഞാൻ ഓരോരുത്തരുടെ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ദൈവികമായ ഒരു മുട്ട്, ദൈവികമായ ഒരു ഇടപെടൽ, ദൈവികമായൊരു പ്രേരണ, ദൈവികമായൊരു പ്രോത്സാഹനം നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ അത് എല്ലാ കാലവും ഉണ്ടാവില്ല. ഞാൻ ഓരോരുത്തരുടെ വാതിക്കൽ നിന്ന് മുട്ടുന്നു. വാക്യം നോക്കൂ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ 2 കാര്യം ചെയ്യണം. ഒന്ന്, കേൾക്കണം, ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് തിരിച്ചറിയണം. ജീവിതത്തിൽ ഇതെല്ലാം അത്ഭുതമാണ്. നമ്മളിങ്ങനെ ഓടുകയാണ്. കുഞ്ഞുങ്ങൾ, ഭാര്യ, പണം, ജോലി, തൊഴില്, പൈസ, തോട്ടം, ബിസിനസ്. ഇതിനിടയിൽ ദൈവത്തെങ്കിലേക്ക് തിരിയാൻ, ദൈവത്തെ കാണാൻ, ദൈവശബ്ദം കേൾക്കാൻ, ദൈവിക സത്യങ്ങൾ അറിയാൻ ഈ മണ്ണും ഈ പൊന്നും ഈ ഭൗതികതയ്ക്ക് അപ്പുറത്ത് ചില സത്യങ്ങളുണ്ടെന്ന് തിരിച്ചറിയാൻ ഒരവസരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോൾ അവനത് തിരിച്ചറിയണം. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ 2 കാര്യം ചെയ്യാം. 1, തിരിച്ചറിയണം. 2, വാതിൽ തുറക്കണം. നിങ്ങളുടെ ഹൃദയത്തിനൊരു വാതിലുണ്ട്. അതിന്റെ പൂട്ട് അകത്താണ്. നിങ്ങൾക്ക് മാത്രമേ അത് തുറക്കാൻ പറ്റുള്ളൂ. ദൈവം എത്ര ഡീസൻ്റ് ആയിട്ട് അത് ചെയ്തെന്നറിയാവോ? നിങ്ങളുടെ ഹൃദയത്തിന്റെ ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയല്ല, അകത്തുനിന്ന് നിങ്ങൾ പൂട്ടിയിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങളത് തുറക്കും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് വേണ്ടി നിങ്ങളത് ലോക്ക് ചെയ്യും. ദൈവമാണ് അങ്ങനെ സൃഷ്ടിച്ചത്. ദൈവം നിങ്ങൾക്ക് തന്ന ഭയങ്കര സ്വാതന്ത്ര്യമാണ്, വിൽ പവറാണത്. അപ്പം നിങ്ങളുടെ ഹൃദയത്തിന്റെ പൂട്ട് നിങ്ങൾ ഒന്ന് തുറന്നു കൊടുത്താൽ യേശു പറയുക, ഞാൻ അകത്തോട്ട് വരാമെന്ന്. പക്ഷേ അധികാരം ഉപയോഗിച്ച്, ശക്തി ഉപയോഗിച്ച് ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ യേശു വരികയില്ല. പാവപ്പെട്ടവനും ധനവാനും വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും സുന്ദരനും വിരൂപനുമെല്ലാം ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് യേശു അവനോട് മുട്ടുമ്പോൾ, ഇടപെടുമ്പോൾ അവൻ തുറക്കണം. യേശുവേ, ദൈവപുത്ര,
അങ്ങേ എനിക്ക് ആവശ്യമുണ്ട്, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. എന്റെ ചിന്തയെയും എന്റെ വാക്കുകളെയും എന്റെ പ്രവൃത്തിയെയും എന്റെ സമ്പത്തിനെയും എന്റെ സന്തതിയെയും നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അങ്ങേ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് നാം പറയുമ്പോൾ യേശു അകത്ത് വരും. അപ്പം മുട്ടുന്നത് തിരിച്ചറിയണം, എന്നിട്ട് തുറക്കണം. തുറന്നാൽ അകത്ത് വരും. വാക്യം നോക്കൂ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. തുറന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ എൻ്റെ സാന്നിധ്യം അവന് കൊടുക്കും. ഞാൻ എൻ്റെ സന്തോഷം അവന് കൊടുക്കും. ഞാൻ എൻ്റെ സമാധാനം അവന് കൊടുക്കും. ഞാൻ അവനോട് കൂടെ വിശ്രമിക്കും. ഞാൻ അവന് റെസ്റ്റ് നൽകും. ഞാൻ അവന് സംതൃപ്തി നൽകും. ഞാൻ അവന് സായുജ്യം നൽകും. ഞാൻ അവന് ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് വെളിപ്പെടുത്തും. പക്ഷേ തുറക്കുന്നില്ലെങ്കിൽ, മുട്ടുന്ന ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ എത്ര നേരം മുട്ടും നിങ്ങൾ പറ? ഒരു വീടിന്റെ വാതിക്കൽ ഒരാൾ 1 മുട്ടി, 2 മുട്ടി, 4, 5, 10, 5 or 10 മിനിറ്റ് കഴിയുമ്പോൾ അയാൾ എന്ത് തീരുമാനിക്കും? ഇവിടെ ആളില്ല, അല്ലെങ്കിൽ ഉള്ളവർക്ക് ചെവിയില്ല എന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ പോകും. അതേ വാക്യമാണ്, അതേ ആശയമാണ് ഈ വാക്യത്തിൽ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വരും. ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എന്താ നമ്മളിന്ന് ചിന്തിച്ചു വരുന്നത്? നമ്മളിന്ന് ചിന്തിച്ചു വരുന്നത് യേശുവിന്റെ സാന്നിധ്യം എപ്പോഴും ലഭ്യമാകും എന്ന് ധരിക്കണ്ട. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുകയും അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുകയും. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് ജീവിതത്തിൽ ദൈവത്തെ കാണുവാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവവചനം അറിയുവാൻ ഒരു സീസണുണ്ട്, ഒരു കാലാവസ്ഥയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇന്നിങ്ങനെ വിലക്കുറവിൽ കേബിൾ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നു. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഇത് കാണാൻ സമയം കിട്ടുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ ക്ലാസ് എടുക്കാൻ ഒരാളെ കിട്ടുന്നു. അധികം കഷ്ടപ്പാടില്ലാതെ വചനം നിങ്ങളുടെ വീട്ടിൽ വരുന്നു. ഇതിന്റെ പേരെന്താണെന്നറിയാമോ? കണ്ടെത്താവുന്ന സമയം, വാതിക്കൽ നിന്ന് മുട്ടുന്ന സമയം. വളരെ വളരെ വ്യക്തമായി ഈ വചനം ഇന്ന് നിങ്ങൾ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. ഇത് മുട്ടുന്ന സമയമാണ്, ഇത് കണ്ടെത്താവുന്ന സമയമാണ്. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുകയും അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുകയും. ദൈവം അടുത്തിരിക്കുന്ന സമയമാണിത്. ഇതാണ് 12-ാം അധ്യായം 1-ാമത്തെ ഖണ്ഡികയ്ക്കകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം. മാർത്ത അവസരം തക്കത്തിൽ ഉപയോഗിച്ചു, ശുശ്രൂഷ ചെയ്തു. അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവൾ അധ്വാനിച്ചുണ്ടാക്കി യേശുവിന് കൊടുത്തു. യേശു അത് കഴിക്കുന്നു, എന്നൊരു സന്തോഷം. മറിയ അവളുടെ അധ്വാന ഫലം എടുത്ത് നേരത്തെ തന്നെ വില കൂടിയ തൈലം മേടിച്ചു വെച്ച് കർത്താവിന്റെ കാലിൽ ഒഴിച്ചു. കർത്താവിന്റെ കാലിൽ ഒഴിച്ച് അവൾ അതിൽ സായുജ്യമടയുകയാണ്, അവൾ അതിൽ സംതൃപ്തി അടയുകയാണ്. ലാസറോ യേശുവിനോടുകൂടി ഒരു ബൈബിൾ ക്ലാസ് പോലും ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് കർത്താവിന്റെ അടുത്തൊന്നും ഇരുന്നിട്ടില്ല. മറിയൊക്കെ ഇഷ്ടംപോലെ ഇരുന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ഈ ചെറുപ്പക്കാരൻ ലോകത്തൂടെ ഓടുകയായിരുന്നു. എന്നാൽ മരണത്തിന്റെ താഴ്വരയിലൂടെ പോയി ശവപ്പെട്ടിക്കകത്ത് കയറി, കല്ലറയ്ക്കകത്ത് കയറി തിരിച്ചു വന്ന കാരണം അവൻ യേശു എവിടെയുണ്ടോ അതിനോട് ചേർന്നിരിക്കുക. അവനും അവസരം തക്കതിൽ ഉപയോഗിക്കുകയാണ്. ഈ 2-3 കഥാപാത്രങ്ങളെ കഴിഞ്ഞ് 4-ാമത്തെ കഥാപാത്രം യൂദ പറയുന്നു, അത് വിറ്റിട്ട കാശെടുത്ത് നമുക്ക് പാവപ്പെട്ടവരെ സഹായിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നതിനെ തടയുക, നാളത്തേക്ക് മാറ്റിക്കുക. യേശു ഇടപെട്ടിട്ട് പറഞ്ഞു, ദരിദ്രർ നിങ്ങൾക്ക് നാളെയും കിട്ടും, എന്നാൽ ഞാൻ എപ്പോഴും കിട്ടൂല. ഈ പാരഗ്രാഫിനകത്തെ മുഖ്യ സന്ദേശം
യേശുവിനെ എപ്പോഴും ലഭിച്ചു എന്ന് വരില്ല. ചില ആളുകൾ ചോദിക്കുന്നത്, കുരിശിലെ കള്ളൻ മരിക്കാൻ നേരത്തല്ലേ രക്ഷിക്കപ്പെട്ടത്? ശ്രദ്ധിക്കൂ, കുരിശിലെ കള്ളൻ ഇതറിഞ്ഞത് കുരിശെ വെച്ച. അവൻ അറിഞ്ഞ ഉടനെ വിശ്വസിച്ചു, അറിഞ്ഞ ഉടനെ ഏറ്റുപറഞ്ഞു. നിങ്ങളോ അറിഞ്ഞിട്ട് അനേക നാളുകളായി എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാതെ നിങ്ങളുടെ നാളുകൾ പാഴാക്കുകയല്ലേ? എന്നിട്ട് മരിക്കുമ്പം വിളിച്ചോളാമെന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ ഒരു ചതിയനല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഹസിക്കാവുന്ന ആളല്ല എന്ന്